എന്തുമാത്രം പണമുണ്ടെന്ന് കണ്ടില്ലേ? നാളെ രജിസ്ട്രേഷൻ കഴിയുമ്പോ ഇതിനേക്കാൾ 10 മടങ്ങ് കിട്ടും. അതിനെല്ലാം ഡോളേഴ്സായി മാറ്റി നമുക്ക് അമേരിക്കയിലേക്ക് പോകാം. ആ സുമംഗലി ആന്റിക്ക് സംശയം വരാതെ ഒരു അത്യാവശ്യ കാര്യമുണ്ട് മുംബൈയിലേക്ക് പോവാന്ന് പറഞ്ഞ് നമുക്ക് യുഎസിലേക്ക് പറക്കാം. എന്താ അഖിൽ, ഞാൻ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു, നീ എന്താ ശ്രദ്ധിക്കാത്തെ? എനിക്ക് കുറ്റബോധം തോന്നാ. ഗിൽറ്റി എന്തിനാ? ഏട്ടനെ ചീറ്റ് ചെയ്യുന്ന ഓർത്ത് സങ്കടം തോന്നാ. സത്യത്തില് ഏട്ടനൊരു പഞ്ചപാവോ. വീണ്ടും തുടങ്ങിയോ? നിന്റെ ചേട്ടനൊരു ഫൂളാണ്. നമ്മളല്ലെങ്കിൽ മറ്റാരെങ്കിലും ചേട്ടനെ ചീറ്റ് ചെയ്യും. കാർത്തിക, എന്റെ ഏട്ടനെ പറ്റി അങ്ങനൊന്നും പറയരുത്. ചിന്തിക്കാൻ കഴിവില്ലാതെ പോയത് ഏട്ടനെ തെറ്റൊന്നുമല്ല. അറിവില്ലാത്തത് തെറ്റ് തന്നെയാണ്. ഈ ലോകം അറിവില്ലാത്തവർക്കൊന്നും മാപ്പ് കൊടുക്കാറില്ല. പിന്നെ നമ്മൾ എന്തിനത് ചെയ്യണം? നാളെ ഒരു ദിവസം നമ്മൾ ചതിച്ചാണെന്ന് എല്ലാവരും അറിഞ്ഞ ഏട്ടന്റെ മുഖത്ത് നമ്മൾ എങ്ങനെയാണ് നോക്കുന്നേ? ചേട്ടന്റെ മുഖത്ത് നോക്കാൻ നമ്മൾ എന്താ ഇവിടെ സ്ഥിരതാമസമാക്കാൻ പോവുകയാണോ? എവിടെയോ ദൂരെ അമേരിക്കയിലായിരിക്കും. നിന്റെ ചേട്ടൻ നമ്മുടെ മുഖവും കാണില്ല, നമ്മുടെ മുഖം ചേട്ടനും കാണില്ല. അത് നമ്മുടെ രക്തബന്ധം മുറിച്ചു കളഞ്ഞതുപോലെ ആയിപ്പോവില്ലേ കാർത്തിക? പണത്തോട് മാത്രം റിലേഷൻ ഉണ്ടായാൽ മതി. മനുഷ്യരുമായിട്ടുള്ള റിലേഷൻഷിപ്പ് വേണമെന്നില്ല. നമ്മൾ എവിടെ ഇരുന്നാലും പണം കൂടെ ഉണ്ടെങ്കിൽ നമ്മളെ ചുറ്റി മനുഷ്യരും ഉണ്ടാകും. ഒരു അന്യം കൂടെ ഉണ്ടാവുന്നതും ബന്ധുക്കൾ കൂടെ ഉണ്ടാവുന്നതും വേറെയല്ലേ കാർത്തിക? ഈ സെന്റിമെന്റ്സാ വേണ്ട അഖിൽ. നമുക്ക് ഹാപ്പിയായി ജീവിക്കണമെങ്കിൽ പ്രശ്നമുണ്ടാക്കുന്ന സെന്റിമെന്റ്സിൽ നിന്നെല്ലാം അകന്നു നിൽക്കണം. എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല കാർത്തിക. വല്ലാത്ത വിഷമം തോന്നുക. ആദ്യം നമ്മൾ അഭയേട്ടനെയാ ചീറ്റ് ചെയ്തത്. ഇപ്പൊ സ്വന്തം ഏട്ടനെ തന്നെ ചീറ്റ് ചെയ്തെന്ന് പറയുമ്പോ മനസ്സിനത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. നിന്റെ മനസ്സ് കൊണ്ടുപോയി ചവറ്റുകുട്ടയിലിട്. ആ അഭിരാം നിന്നെ എന്തുമാത്രം അപമാനിച്ചിട്ടുണ്ടെന്ന് നീ മറന്നുപോയോ? അവർക്കത് ആവശ്യമായിരുന്നു. പിന്നെ നിന്റെ ഭാസ്കരേട്ടനാണെങ്കിൽ ഒരു മണ്ടൻ. അയാളോട് ചേർന്ന് യാത്ര ചെയ്താ നമ്മളും മുങ്ങിപ്പോകും. നമ്മൾ കറക്റ്റ് ഡിസിഷനാണ് എടുത്തിരിക്കുന്ന അഖിൽ. ഇതോർത്ത് നീ വിഷമിക്കണ്ട. നാളെ രജിസ്ട്രേഷൻ കഴിഞ്ഞുടനെ നമുക്ക് മുംബൈക്ക് പോകാം. അവിടെ വെച്ച് കറൻസി മാറ്റിയിട്ട് നമുക്ക് യുഎസിലേക്ക് പോകാം. നല്ല സ്ട്രെസ് ഉണ്ടെന്ന് തോന്നുന്നു, ഉറങ്ങാൻ നോക്ക്. ഇന്ന് ആ കടക്കാര് വന്നില്ലല്ലോ. എങ്ങനെ വരും? നമ്മുടെ പയ്യന്മാരെ കട എപ്പോഴേക്കും അടിച്ചു പൊളിച്ച് കാണും. ഇനി ഞാനാ ഇവിടെ ഭരിക്കുന്നേ. ഹലോ, ഭക്ഷണം ഇവിടെ ആയിരിക്കുന്നേ. അവിടെ എന്ത് ചെയ്യുന്നു? ഇങ്ങോട്ട് വാ, നല്ല ചൂട് ഭക്ഷണം തരാം. നിന്റെ കടയിൽ നിന്ന് കഴിക്കുന്നില്ല. നിങ്ങൾ കഴിക്കാൻ ആഗ്രഹിക്കുന്ന വണ്ടി ഇതുവരെ വന്നില്ലല്ലോ. വരുന്നത് വരെ വെയിറ്റ് ചെയ്യും. ആ വണ്ടി ഇനി വരില്ല. അവര് കട അടച്ചു എന്നാ ഞാൻ അറിഞ്ഞത്. എന്നാരാ പറഞ്ഞത്? അങ്ങോട്ട് നോക്കിയേ. ഇവരുടെ വണ്ടി അടിച്ച് പൊളിക്കണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എന്നിട്ട് ഇവരെങ്ങനെ ഇവിടെ വരെ എത്തിയത്? എടാ അനിയ, പറഞ്ഞു കേട്ടാ. ഇഡ്ഡലി വേണം. ഞാൻ വണ്ടി ഇടുന്ന സ്ഥലം ഇതല്ല, അങ്ങോട്ടേക്ക് വന്നോളൂ. ഞങ്ങൾക്ക് ഇവിടെ വെച്ച് തന്നെ വേണം. അങ്ങനെ തോന്നിയ സ്ഥലത്ത് വെച്ച് ഭക്ഷണം വിൽക്കാൻ പറ്റില്ല. ഞങ്ങളുടെ വാക്ക് കേട്ടില്ലെങ്കിൽ പിന്നെ ഈ വണ്ടി തന്നെ കാണില്ല.
ഓ എന്നാ വണ്ടിയിലൊന്ന് കൈവച്ച് നോക്ക്. അങ്ങനെയാണെങ്കിൽ വണ്ടി നിങ്ങൾ തന്നിട്ട് ഞങ്ങൾ പോയിക്കോളാം. ഡേയ് കേട്ടോടാ, ഹീറോ സാർ നമ്മോട് ജോക്ക് അടിക്കുന്നു. ആ വണ്ടിയിൽ കൈവച്ചാ ആ വണ്ടി നമുക്കാണെന്നോ? ഏട്ടാ പിടിക്ക്. ഏട്ടാ അടിപടി തടപടിതല്ലേ ഘടകം മറുഘടകം നിരോധിരവും ചെന്നിക്കടി നാവിക്കുത്ത്. ആരാ ഏട്ടാ അവരൊക്കെ? അവര് ഭക്ഷണം കഴിക്കാൻ വന്നതായിട്ട് തോന്നുന്നില്ല ഏട്ടാ. അവരതിനൊന്നും വന്നതല്ല, നമ്മുടെ കച്ചവടം തകർക്കാൻ വേണ്ടി വന്നതാ. എല്ലാം ആ ശംഭുവിന്റെ പണിയായിരിക്കും.
എന്താ അനിയ ഇന്നല്പം വൈകി പോയല്ലോ. ശംഭുവിന്റെ കടയിൽ നിന്ന് കഴിക്കാതെ ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു. വരുന്ന വഴിക്ക് 3 പേര് നല്ല വിശപ്പോടെ ഭക്ഷണം വേണമെന്ന് പറഞ്ഞ് വന്നിരുന്നു. നല്ല ചൂടായിട്ട് ദോശ കൊടുത്തിട്ടാ ഞാൻ വന്നത്. ആ ഗുണ്ടകളെ അയച്ചത് ഞാനാണെന്ന് ഇവന്മാർ അറിഞ്ഞെന്ന് തോന്നുന്നു. എന്നിട്ടും എന്നെ എന്താ ഒന്നും പറയാത്തത്? അവരവരുടെ ജോലിയാ നോക്കുന്നത്. ആ ഗുണ്ടകളെ അയച്ചത് മണ്ടത്തരായോ? എടോ പിയെ, പുതിയ അഡ്വൈസ് എന്തെങ്കിലും ഉണ്ടോ? കുറച്ചു നേരത്തിനുള്ളിൽ സാറ് സുനാമി ഉണ്ടാക്കാൻ പോവല്ലേ? അപ്പൊ സാറ് എന്റെ അഡ്വൈസ് ചോദിക്കുന്ന എന്തിനാ? അത് ചോദിക്കുന്നത് എന്റെ മാനറിസം ആണോ? മറുപടി പറയേണ്ടത് നിന്റെ റെസ്പോൺസിബിലിറ്റി. അതുപോട്ടെ, നമ്മുടെ നാടകത്തിന്റെ കഥാപാത്രങ്ങളൊക്കെ റെഡിയായിരിക്കുവാണോ? സൂത്രശാലിയായ സാറ് തന്നെ ഇതാ വിളിച്ചു ചോദിക്ക്. നമസ്കാരം സാർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എവിടെയാണോ ഉള്ളത്? നമ്മുടെ ലോയറോടൊപ്പം പോലീസ് സ്റ്റേഷന്റെ മുമ്പിലാ. തയ്യാറായി നിന്നോ? ശരി സാർ. ഹലോ സർ. താൻ എവിടെയാ? നമ്മൾ ആക്രമിക്കാൻ പോകുന്ന വീടിന് പുറത്താണുള്ളത് സർ. വെരി ഗുഡ്. അവിടെ തന്നെ നിൽക്ക. കുറച്ചു സമയത്തിനുള്ളിൽ ഞാൻ എന്റെ ആൾക്കാരെയും കൊണ്ടുവരാം. ശരി സർ. ഗുഡ് മോർണിംഗ് സർ. താൻ എവിടെയാ ഉള്ളത്? എസ് ഐ സ്റ്റേഷനിലുണ്ട് സർ. ആ സ്റ്റേഷന് പുറത്ത് നമ്മുടെ ആളുകൾ റെഡിയായി നിൽപ്പുണ്ട്. അവർ കംപ്ലൈന്റ് തന്നാൽ മാത്രം മതി സർ. ഉടനെ ഞങ്ങൾ ആക്ഷൻ എടുത്തേക്കാം സർ. നല്ല ആവേശത്തിലാണെന്ന് തോന്നുന്നല്ലോ. അങ്ങനെ തന്നെ ഇരിക്കെ. എന്താ സാർ? ഓൾ ഓക്കെ? എവറിത്തിങ് ഈസ് ഓക്കെ. ഗെയിം സ്റ്റാർട്ട്സ് നൗ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കൂ. റൈറ്റർ, കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട്. എഫ്ഐആർ റെഡിയാക്കൂ. അറസ്റ്റ് വാറന്റോടെ നമുക്ക് അങ്ങോട്ട് പോവാം. വരണം സാർ. എന്താടോ ഫ്രോഡ് പ്രഭാകര? പ്ലാൻ ആരംഭിച്ചാലോ? പ്ലാൻ പ്രകാരം ഫ്രോഡ് ഞാനല്ല, ആ ബ്രദേഴ്സാ. അതൊക്കെ അറിയാം. നടക്ക്. ആ ബ്രദേഴ്സിനെ ഒരു വഴിക്കാക്കാം. എന്താ സാർ നേരെ വീട്ടിലേക്ക് വന്നത്? രജിസ്ട്രേഷൻ ഓഫീസിൽ മീറ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞത്? എന്തോന്ന് രജിസ്ട്രേഷൻ ആണോ? എത്ര പേരെ പറ്റിക്കും താൻ? കഴിക്കുന്നത് ആഹാരമാണോ അതോ വേറെ വല്ലതുമാണോ? നിങ്ങളൊക്കെ ഒരു മനുഷ്യനാണോ? സാർ എന്തായി പറയുന്നേ? നിന്നെ പോലുള്ള ആളുകളെ കൈ കൊണ്ടല്ല ചെരുപ്പ് കൊണ്ട് അടിച്ചാലും തെറ്റില്ല. കണ്ണടച്ച് വിശ്വസിച്ചോന്ന് വെച്ച് ആൾക്കാരെ ഇങ്ങനെ പറ്റിക്കോ? ഈ സ്വഭാവം വെച്ചോണ്ട് നീയൊക്കെ എങ്ങനെയാണോ ബിസിനസ് ചെയ്യുന്നത്? ഭിക്ഷ എടുത്ത് ജീവിച്ചാ പോരെ? സൂക്ഷിച്ച് സംസാരിക്കണം. അഖിലിനെ പറഞ്ഞ് ഞാൻ വെറുതെ ഇരിക്കില്ല. വെറുതെ ഇരിക്കാൻ പറ്റില്ലേ പോയി തൂങ്ങിച്ചാവും. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടെ ആളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുകയാണോന്ന്? എന്നെ പറ്റിക്കാൻ നോക്കിയല്ലേ? എംഎൽഎ സാർ, എന്താ ഇതൊക്കെ? ഇയാൾ എന്തായി പറയുന്നേ? എനിക്കറിയില്ല നീയാ. കാര്യമൊന്നും പറയാതെ എന്നെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുക. ഞങ്ങൾ എങ്ങനെയുള്ളവരാണെന്ന് അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കണം. MLA സാർ പറഞ്ഞുകൊണ്ടാ ഞാൻ നിങ്ങളെ വിശ്വസിച്ചത്. നിങ്ങളിപ്പോ അദ്ദേഹത്തെ കൂടെ ചതിച്ചിരിക്കല്ലേ? വലിയ ഫ്രോഡുകളാണല്ലോ ഈ വീട്ടിലുള്ളവരൊക്കെ.
ആരുടെ വീട്ടിൽ വന്ന് എന്താ പറയുന്നറിയോ? നിങ്ങളാരാ? നിങ്ങളാരാ? എന്റെ മൂത്ത മകനാ, ഈ വീട്ടിലെ മൂത്തയാൾ. മൂത്ത മകനോ? കണ്ടിട്ട് മണ്ടനെ പോലെ ഉണ്ടല്ലോ. എന്ത് മണ്ടനെന്നാ? എന്താ നിങ്ങൾ ഈ പറഞ്ഞത്? ഞങ്ങളുടെ വീട്ടിൽ കയറി വന്ന് മര്യാദയില്ലാതെ പെരുമാറുന്നോ? ഈ വീട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനും അറിയാമോ? നിങ്ങൾ ആരും അറിയാതെ നിങ്ങളുടെ സഹോദരനും ഭാര്യയും കൂടി സ്വത്ത് മുഴുവൻ എനിക്ക് വിൽക്കാൻ പോവുക. ഈ മുഴുവൻ സ്വത്തിന് ഇവരാണ് ഓണർ എന്ന് പറഞ്ഞ് ഇന്നലെ എന്റെ കൂടെ ഇരുന്ന് എഗ്രിമെന്റ് ചെയ്ത് 2 കോടി അഡ്വാൻസ് ആയിട്ട് കാശ് വാങ്ങി. എന്താകിൽ ഇയാൾ പറഞ്ഞത് സത്യമാണോ? സ്വത്ത് മുഴുവൻ നിന്റെയാണെന്ന് പറഞ്ഞോ? എല്ലാം വിൽക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? അതായത് നിങ്ങൾക്ക് ഈ സ്വത്തുമായി ബന്ധമില്ലെന്നും സ്വത്ത് മുഴുവൻ അഖിലിന്റേതാണെന്നും പറഞ്ഞ് നിങ്ങൾ എഗ്രിമെന്റിൽ സൈൻ ചെയ്തതല്ലേ? എന്റെ ഭർത്താവ് അതിനു വേണ്ടിയൊന്നുമല്ല ഒപ്പിട്ട് കൊടുത്തത്. ഫാക്ടറിയുടെ ആവശ്യത്തിന് വേണ്ടിയുള്ള ഫയലിലാണ് ഒപ്പിട്ടത്. അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല മോളെ. ഈ സ്വത്ത് മുഴുവൻ അവന്റേതാണെന്ന് അഖിലനോട് കള്ളം പറഞ്ഞിരിക്കുക. എഗ്രിമെന്റ് ചെയ്തിട്ട് എന്റെ കയ്യിൽ നിന്ന് 2 കോടി രൂപയും വാങ്ങിയിരിക്കുക. ഇന്നത്തെ രജിസ്ട്രേഷൻ കഴിഞ്ഞതിന് ശേഷം മുഴുവൻ പണവും വാങ്ങാന്നാ ഇവൻ പറഞ്ഞത്. ഞാൻ നേരെ രജിസ്ട്രേഷൻ ഓഫീസിൽ പോയി എൻക്വയറി നടത്തിയപ്പോ ഓൾറെഡി ഈ പ്രോപ്പർട്ടി വേറൊരാൾക്ക് വിറ്റതായി എനിക്ക് വിവരം കിട്ടി. സർ, ഞാൻ ആർക്കും വിറ്റിട്ടില്ല. എനിക്ക് വിറ്റിട്ടുണ്ട്. നിങ്ങളാരാ? നിങ്ങളുടെ പ്രോപ്പർട്ടീസ് വിലയ്ക്ക് വാങ്ങിയ ഓണറാ. എന്താ മോനെ അഖിലേ, നിങ്ങളുടെ സ്ഥലം എത്ര പേർക്ക് വിറ്റിട്ടുണ്ട്? ഇയാളെ ഞങ്ങൾക്ക് അറിയില്ല സാർ. ഇപ്പൊ ഫസ്റ്റ് ടൈമാ കാണുന്നേ. അതെ അങ്കിൾ, ഇതെന്തോ ഫ്രോഡ് പോലെയുണ്ട്. ഇയാളൊരു കള്ളനാ. ആരാ കള്ളൻ? നിങ്ങളുടെ പ്രോപ്പർട്ടീസ് നേരത്തെ എനിക്ക് വിറ്റ് കഴിഞ്ഞു. നിങ്ങൾ ഒപ്പിട്ട ഡോക്യുമെന്റ്സ് ആയി ഇരിക്കുന്നേ. ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാം. സർ, ഇത് ഞാൻ ഇന്നലെ സൈൻ ചെയ്ത പേപ്പേഴ്സ് അല്ലേ? എന്താ ഇന്നലെ സൈൻ ചെയ്തെന്നോ? 1 മാസത്തിന് മുൻപ് നീ ഒപ്പിട്ട ഡോക്യുമെന്റ്സ് ആയത്. എനിക്ക് വിറ്റ പ്രോപ്പർട്ടിയെ വീണ്ടും വിൽക്കാൻ ഞാൻ അനുവദിക്കോ? നിങ്ങൾക്ക് ഓൾറെഡി വിറ്റ പ്രോപ്പർട്ടി ഇപ്പൊ എനിക്ക് വിൽക്കാനായിട്ട് ഇവര് നോക്കുക. ഇത് കണ്ടില്ലേ എഗ്രിമെന്റ്? 2 കോടി അഡ്വാൻസ് വരെ കൊടുത്തതാ. ഓരോ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇപ്പൊ ഇവര് തന്നെ പെട്ടിരിക്കുക. ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്താ അഖിലിത്? നീ എന്താ ചെയ്തത്? ഞാനൊന്നും ചെയ്തിട്ടില്ല അമ്മേ. ഒന്നും ചെയ്യില്ലെങ്കിൽ പിന്നെ ഈ പ്രശ്നമൊക്കെ എന്താ? നീയും കാർത്തികയും ചേർന്ന് എന്നോട് എല്ലാം കള്ളമല്ലേ പറഞ്ഞേ? സ്വത്ത് മുഴുവൻ ആർക്കടാ വിറ്റത്? ഞങ്ങൾ ആർക്കും വിറ്റിട്ടില്ല ഭാസ്കരേട്ടാ. നിർത്തുന്നുണ്ടോ നിങ്ങളുടെ നാടകം? ഫ്രോഡ് പണി ചെയ്ത് നിങ്ങളുടെ പ്രോപ്പർട്ടി 2 പേർക്ക് വിൽക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് നിങ്ങളുടെ പേരിൽ ചീറ്റിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അറസ്റ്റ് വാറന്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചേട്ടനെ അനിയനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്യുക.
അറസ്റ്റ് ഒക്കെ എന്തിനാ സാർ? ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല.